ഹായ് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ. നമ്മുടെ മത്തങ്ങയും ഏത്തക്കയും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ മത്തങ്ങയും ഏത്തക്കയും ചേർത്തിട്ടുള്ള ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യും. മത്തങ്ങയുടെ ചെറിയ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 കിലോയോളം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള അളവാണ് കേട്ടോ മത്തങ്ങയുടെ അളവ് പറഞ്ഞത്. പിന്നെ ഒരു പച്ചക്ക എടുത്തിട്ടുണ്ട്. മത്തങ്ങ കുറച്ച് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പച്ചക്ക ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ പച്ചക്ക വേഗം വേവും. പിന്നെ എടുത്തിരിക്കുന്ന ഒരു 10 ഉള്ളി, 2 പച്ചമുളക്, ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല, പക്ഷെ ഒരു മീഡിയം എരിവുള്ള പച്ചമുളക്, പിന്നെ 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് വറവിടാനും കറിക്കും എല്ലാം ആവശ്യമായ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് നിറയെ തേങ്ങ, നമ്മൾ അമർത്തി ഇളക്കുന്ന അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വറ്റൽമുളകിൽ ഒരു 2 വറ്റൽമുളക് വറവിടാൻ മാറ്റി വെച്ചിട്ട് ഞാൻ 3 വറ്റൽമുളകും ഈ ഉള്ളിയിൽ നിന്നൊരു 2-3 ഉള്ളി വറവിടാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഉള്ളിയും ചേർത്തൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ചതയേണ്ട, ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി. വറ്റൽമുളകിൻ്റെ പീസുകളൊക്കെ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റണം. ആ രീതിയിലൊന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് കറിയാക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വറ്റൽമുളകും ഉള്ളിയും ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. വറ്റൽമുളക് നന്നായിട്ട് ചതഞ്ഞു പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ വറ്റൽമുളക് വലിയ പീസുകളായിട്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെ ചതച്ചെടുക്കുക. മിക്സിയിൽ ചതക്കുകയാണെങ്കിൽ നന്നായിട്ട് ചതഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ കല്ലിൽ തന്നെ ചതച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കറിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിൽ വേണമെന്നുണ്ടെങ്കിലും കറി ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. ഈ കടുക് പൊട്ടിക്കുന്നത് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ വറവിടുന്ന സമയത്ത് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യമേ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽമുളകും ചേർന്ന മിക്സ് ഉണ്ടല്ലോ, ഇതിട്ട് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഈ ഉള്ളിയും വറ്റൽമുളകും ഒന്ന് കുക്കായി വരുമ്പോൾ തന്നെ നമ്മൾ 2 പച്ചമുളക് എടുത്ത് വെച്ചിരുന്നു, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഉള്ളിയും വറ്റൽമുളകൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1 മിനിറ്റോളം ഇളക്കി കൊടുത്താലേ നമ്മുടെ ഉള്ളിയും വറ്റൽമുളകൊക്കെ ഒന്ന് കുക്കായി വരുള്ളൂ. ഒരുപാടങ്ങ് ഓവർ കുക്കായി പോകാനും പാടില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്ക ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ആ പച്ചക്ക ചേർത്ത് കൊടുക്കുക. പച്ചയ്ക്ക് എപ്പോഴും അളവ് കുറവും മത്തങ്ങ കൂടുതലായിരിക്കണം കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങളും ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർത്തതാണ്, വറ്റൽമുളക് ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് എരിവുള്ള മുളക് പൊടി ചേർക്കരുത്. 1/4 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കരുത്. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ആ പൊടികൾ ഒന്ന് കുക്കായി തുടങ്ങണം. ഈ മത്തങ്ങയുടെയും പച്ചക്കയുടെയും ഒക്കെ കൂടെ ചേർന്നിട്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴേ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങൾ വേവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മത്തങ്ങയുടെയും പച്ചക്കയുടെയും മുകളിൽ നിൽക്കുന്ന അളവിലാണ് വെള്ളം ചേർക്കുന്നത്. പിന്നീട് നമുക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം, പച്ചവെള്ളം ചേർക്കരുത്. ഇത് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും വെള്ളം ചേർക്കരുത് കേട്ടോ. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് വെള്ളം ചേർത്ത് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കുക. പ്രഷർ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം കുക്കർ തുറക്കുക, അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. അപ്പോൾ പ്രഷർ കംപ്ലീറ്റ് പോയി കഴിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ പ്രഷർ റിലീസ് ചെയ്തിട്ട് വിസിൽ വന്നു കഴിയുമ്പോൾ പ്രഷർ റിലീസ് ചെയ്തിട്ട് നമ്മൾ കുക്കർ തുറക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കും. ഇനി നമുക്കിതിൻ്റെ അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. കറി തിളയ്ക്കുന്നത് വരെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എൻ്റെ സൗണ്ട് ഇടയ്ക്ക് വ്യത്യാസം വരുന്നത് ചുമയായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ കൂടെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ, നമ്മൾ സാധാരണ തേങ്ങ അരച്ച കറികളിൽ ചേർക്കുന്ന ജീരകം, ആ ജീരകം 1/4 ടീസ്പൂൺ. നമ്മുടെ ക്യുമിൻ സീഡ്സ് 1/4 ടീസ്പൂണിൽ കൂടണ്ട. ജീരകത്തിൻ്റെ ആ ടേസ്റ്റ് ഒരുപാട് വേണ്ട നമുക്ക്. ഇനി കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ കറിക്ക് ഒരുപാട് ഗ്രേവി വേണ്ട, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങയുടെ കൂടെ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഞാൻ ഒരുപാട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസിനും കറിക്കും ആവശ്യമായ ഉപ്പ് ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നീട് ഉപ്പ് ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടൊരു 6-7 മിനിറ്റ് കുക്കായാൽ മതി കേട്ടോ. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ വേഗം കഷ്ണങ്ങൾ കുക്കായി കിട്ടും. പച്ചക്കൊക്കെ ഇപ്പം തന്നെ കുക്കാവും. മത്തങ്ങയും ഒന്ന് കുക്കായി വരണം. അപ്പോൾ നമ്മൾ വലിയ ബർണറിലാണ് വയ്ക്കുന്നതെങ്കിൽ 5 മിനിറ്റൊക്കെ മതി. ചെറിയ ബർണറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 7 മിനിറ്റ് വരെ സമയമെടുക്കും കുക്കായി കിട്ടാൻ. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമില്ല നമ്മുടെ കറിയിൽ, അധികം വെള്ളം വേണ്ട. നമ്മളിനി അരപ്പ് ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കുമല്ലോ, അതുകൊണ്ടാണ് അധികം വെള്ളം വേണ്ടെന്ന് പറഞ്ഞത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഉപ്പ് ചേർത്തിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി അരപ്പും കറിയും എല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായി നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചെറിയ ഫ്ലെയിമിലിരുന്ന് ചൂടാവണം, നല്ല ഹൈ ഫ്ലെയിമിലിരുന്നിട്ട് ചൂടാവരുത്. കറി തിളയ്ക്കരുത്. നന്നായിട്ട് ആവി വരണം കറിയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറുകിയ കറി വേണമെന്നുണ്ടെങ്കിൽ മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കുറുകിയ കറിയായി കിട്ടും. മത്തങ്ങ നമ്മൾ ഇളക്കുമ്പോൾ ഉടഞ്ഞൊക്കെ വരും, പക്ഷേ നന്നായിട്ട് കുറുകി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് 1-2 പീസ് മത്തങ്ങ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഉടച്ചു കൊടുക്കുന്നില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി കറി ഒന്ന് നന്നായിട്ട് ആവി വരട്ടെ. ഒരു 1 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ആ തേങ്ങ ഒന്ന് കുക്കായി വരണം, ജീരകത്തിൻ്റെ റോ ടേസ്റ്റ് മാറി കിട്ടണം. അപ്പോൾ നിങ്ങളിങ്ങനെ മത്തങ്ങയും പച്ചക്കയും ചേർത്ത് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കും കേട്ടോ. മത്തങ്ങയുടെ ആ ഒരു ചെറിയ മധുരവും പച്ചക്കയുടെ ടേസ്റ്റും എല്ലാം ചേർന്ന് നല്ലൊരു അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കറിയാണ്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വറവിടാനുള്ള പാനും കൂടി ചൂടാക്കാം. അപ്പോൾ കറി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വറവിടാനുള്ള പാനും ചൂടായിട്ടുണ്ടാവും. ഞാനപ്പോൾ വറവിടാനുള്ള പാനൊക്കെ ഒന്ന് ചൂടാക്കി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കടുക് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കടുക് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്തിട്ട് ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ മതി. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ കറിവേപ്പിലയും വറ്റൽമുളകും കുക്കായി കഴിയുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വറവ് കറിയിലേക്ക് ചേർക്കാം. വറവ് ചേർത്തിട്ട് ഉടനെ ഇളക്കരുത്, നേരെ നമ്മൾ അടച്ചു വയ്ക്കുക. കറിക്ക് ആ വറവിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അടച്ചു വെക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കറി തുറന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഊണ് കഴിക്കുന്ന സമയമുണ്ടല്ലോ, ഊണ് കഴിക്കുന്ന സമയത്ത് ഇളക്കി മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യും. നിങ്ങൾ വീട്ടിലെടുക്കുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി മിക്സ് ചെയ്യാം. ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്യാനാണെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മാത്രമായിട്ടാണ് നിങ്ങൾ കറി ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ ആ ഊണ് കഴിക്കുന്ന സമയത്ത് ഈ വറവ് ഇളക്കി മിക്സ് ചെയ്താൽ മതി. അതിന് മുന്നേ പാത്രം തുറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി വയ്ക്കുക. കംപ്ലീറ്റ് ചൂട് മാറി കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ
നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.